നമ്മൾ ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പുഴയുടെ ആഴമാണ്. നമുക്കറിയാം ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഒരു പുഴയാണ്. ഒരുപാട് നദികൾ ഈ ജലവിധാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വന്ന് പതിക്കുന്ന പുഴയാണ്. കുറഞ്ഞതൊരു 10-30 മീറ്ററെങ്കിലും 30 അടിയെങ്കിലും താഴ്ചയുള്ള ഒരു പുഴയാണ്. വലിയ കുത്തൊഴുക്കുണ്ട് അവിടെ. ഈ വസ്തുക്കൾ ഈ പറഞ്ഞതുപോലെ മണ്ണിടിച്ചിലും മറ്റും എന്തൊക്കെ വസ്തുക്കൾ ഈ പുഴയിൽ പതിച്ചിട്ടുണ്ടാകാം എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസവും ചില ലോഹ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഡിറ്റക്ഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായും ഈ ട്രക്കാണോ, അർജുൻ ഉപയോഗിച്ച ട്രക്കാണോ ലോറിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. നേരത്തെ ബൈജു പറഞ്ഞതുപോലെ സാധ്യതയുള്ളത് ഈ ടവർ, ഒരു മൊബൈൽ ടവർ അങ്ങോട്ടേക്ക് പതിച്ചിട്ടുണ്ട്. അതും ഒരുപക്ഷെ ഈ മെഷീനിൽ പതിഞ്ഞിരിക്കാം. ലോഹവസ്തുവാണല്ലോ, സ്വാഭാവികമായി അതും. അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ട്. അവിടെയാണ് നമ്മളുടെ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോഴും അതിന് ഭംഗം വരത്തക്ക വിധമുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത്. ഒപ്പം ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് വരുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ഇത്തരത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഈ ഡിറ്റക്ഷന് പറ്റുന്ന സംവിധാനങ്ങളാണോ ഡൽഹിയിൽ നിന്നൊക്കെ എത്തുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ്, അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇന്ന് ഷിരൂരിൽ എത്തുക. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബൂം മിഷൻ വളരെ ആഴത്തിൽ ഈ മണ്ണ് ചെളിയൊക്കെ എടുക്കാൻ, ഈ പുഴയിൽ നിന്നും ചെളിയെടുക്കാൻ സഹായിക്കുന്ന വളരെ നീളത്തിലുള്ള ഒരു വസ്തുവാണ്. അതുപയോഗിച്ച് മണ്ണ് നീക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ആകുമെന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. അതോടൊപ്പം ഈ ഐബോർഡ് എന്ന ഉപകരണമാണ്, അത് ഒരുപക്ഷെ വളരെ വേഗത്തിൽ ഈ പുഴയിലുള്ള മുഴുവൻ തെരച്ചിലിനും സഹായകരമാകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിൽ പൂണ്ടുകിടക്കുന്ന വസ്തുക്കൾ 20 മീറ്റർ ആഴത്തിൽ വരെ അത് തിരിച്ചറിയാൻ പറ്റും, അത് കണ്ടെത്താൻ പറ്റും എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ മഞ്ഞിലൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും വാഹനങ്ങളോ മറ്റോ അകപ്പെട്ടാൽ, അല്ലെങ്കിൽ ആളുകളോ മറ്റോ അകപ്പെട്ടാൽ അത് കണ്ടെത്തുന്ന ഒരു മെഷീനാണ്. ആ യന്ത്രം വാടകയ്ക്കാണ് ഈ നാവികസേന എടുത്തിട്ടുള്ളത്. ആ യന്ത്രം ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. ഏതായാലും 7:30 അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. അതിനായുള്ള സേനാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ ഷിരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എന്തായാലും ആരംഭിക്കും. അതിനൊപ്പമാണ് ഇത്തരത്തിലുള്ള വിദഗ്ധരുടെ സേവനം ഏതായാലും ഇന്ന് ലഭ്യമാക്കിയത്. ഉത്തര കർണാടക ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ നിരവധി പേരെത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നേരത്തെ ഈ ഇതുപോലുള്ള വലിയ അപകടങ്ങളിൽ നിന്നും, മണ്ണിടിച്ചിലിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ രക്ഷാപ്രവർത്തകരായി നേതൃത്വം നൽകിയവരാണ് അവരിലൊക്കെ ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട്. കുടുംബവും അത് തന്നെയാണ് പങ്കുവച്ചത്. അവർ രാത്രി നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇന്ന് വലിയ പ്രതീക്ഷയാണ്. അർജുന്റെ വാഹനം, അർജുനെയും ഇന്ന് കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് അവർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും ഊർജിതമായ ഒരു തെരച്ചിൽ ഇന്നുണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും 9ാം നാളായിരിക്കുന്നു. ഇത്രയും വൈകിയത് തന്നെ ഏതായാലും നേരത്തെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എത്തിച്ചുള്ള പരിശോധന ആകാമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് എത്താമായിരുന്നു. അർജുനൊപ്പം 2 പേർ, മറ്റ് ഇവിടെയുള്ളവർ 2 പേരുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയുണ്ട്. അവരെ കൂടി കണ്ടെത്താനുണ്ട്. അതൊക്കെ ഈ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും അത്തരം സംവിധാനങ്ങൾ ഇന്ന് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. വളരെ വൈകി 9ാം നാളാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നത്. ഒരുപക്ഷെ ഇന്ന് നിർണായക ദിനമെന്ന് പറയേണ്ടി വരും. കാലാവസ്ഥ പ്രതികൂലമാണ്. കനത്ത മഴയുണ്ട്. അല്പസമയം മുമ്പ് കനത്ത മഴയായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ. ഇപ്പോൾ അല്പം വെയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് സമയത്താണ് മഴ വരിക, അതേപോലെ തന്നെ വലിയ ശക്തമായ കാറ്റ് വരിക എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. അത് പുഴയിലെ തിരച്ചിലിനെ ദുഷ്കരമാക്കുന്നുണ്ട്. ഈ പുഴയുടെ അടിഭാഗത്ത് വലിയ തോതിലുള്ള ഒഴുക്കുണ്ടെന്നാണ് നാവികസേന പറയുന്നത്. എന്നാലും ഇന്നലെ ഈ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്താൻ പറ്റാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും കരയിൽ നിന്നും 40 മീറ്റർ ദൂരത്തിൽ മാറിയാണ് ഇത്തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. സോണാർ സിഗ്നൽ ലഭിച്ചത് നേരത്തെ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്താണ് സോണാർ സിഗ്നലും ലഭിച്ചതെന്നാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് പരിശോധന തെരച്ചിൽ ഇന്ന് തുടങ്ങും. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അർജുന്റെ ലോറിയാണോ, അതല്ല ഈ കൂറ്റൻ ടവർ, പുഴയിലേക്ക് പതിച്ച കൂറ്റൻ ടവറാണോ എന്നതാണ് ഒരു സംശയം സൈന്യം പ്രകടിപ്പിക്കുന്നത്. അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് 10
മണിയോടുകൂടി തന്നെ നമുക്ക് ഏതായാലും ഒരു നല്ല വാർത്ത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 7:30 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നേരത്തെ ബൈജു പറഞ്ഞതുപോലെ അത്യന്താധുനിക സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഒരുപാട് സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. ഈ ലോഹഭാഗങ്ങളുടെ മറ്റും സിഗ്നലുകളാണ് ഇത് എങ്കിൽ പോലും അത് അർജുന്റെ ലോറിയാണോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടതുള്ളത്. കാരണം അത് ലോഹഭാഗമാണ്. നമുക്കറിയാം, നേരത്തെ മൊബൈൽ ടവർ അടക്കം ആ പുഴയിലേക്ക് വീണ ഒരു സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. അർജുന്റെ ലോറി ഈ പുഴയിലുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ വലിയ കൂറ്റൻ മൺകൂനകൾ രൂപപ്പെട്ട പശ്ചാത്തലം ആ പുഴയിൽ നമ്മൾ ഇന്നലെ മുതൽ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതിനിടയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റഡാർ സിഗ്നലുകളിൽ ആണിപ്പോൾ ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 9ാം ദിവസവും അർജുൻ കാണാമറയത്താണ് എന്നുള്ളതാണ്. സോണാർ സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചു. റഡാർ സിഗ്നൽ ലഭിച്ചു അതേയിടത്ത് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചതാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ, വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് ഈ സോണാർ എന്ന് പറയുന്നത്. ഈ രണ്ട് സിഗ്നലുകളും വലിയ വസ്തുവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഇവിടം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് കാര്യങ്ങൾ നാവികസേന പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തരത്തിലാകും പരിശോധന. ഐബോർഡ്, നേരത്തെ ബൈജു പറഞ്ഞതുപോലെ ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും. അത് ആകാശത്ത് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നു പോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്താനുള്ള ഉപകരണമാണ് ഐബോർഡ് എന്ന് പറയുന്നത്. 8ാം ദിവസവും വലിയ പുരോഗതി തിരച്ചിൽ ഉണ്ടായില്ല. അഴിമുഖം കേന്ദ്രീകരിച്ച് നദിയിലെ മൺകൂനകൾ തുറന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത്തരത്തിലാണ് ഇന്നത്തെ ഒരുപക്ഷെ സംവിധാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും GPS-ൽ അർജുൻ്റെ ലോറിയുടെ എൻജിൻ പിറ്റേ ദിവസം സ്റ്റാർട്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെ അത് വ്യാജമാണ് എന്ന് കഴിഞ്ഞ ദിവസം ലോറി ഉടമ അടക്കം അറിയിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ബൈജുവിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകണം. ബൈജു, ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ആദ്യം മുതൽ തന്നെ ഉണ്ടായ ഒരു പരാതി, ഒരു അലംഭാവമാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. ആ അലംഭാവം സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കർണാടക സർക്കാർ നമ്മുടെയൊക്കെ വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ ടീമുകളെ വിടുകയും അന്വേഷണം ആരംഭിക്കുകയും വരും ചെയ്തത്. 3 ദിവസമായി അർജുനെക്കുറിച്ച് പല പരാതികൾ ഉന്നയിച്ചിട്ടും അവരാരും മൈൻഡ് ചെയ്യാത്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് അപര്യാപ്തതകൾ അന്വേഷണത്തിലുണ്ടായി എന്ന പരാതി കുടുംബം ഉന്നയിച്ചിരുന്നു. പട്ടാളത്തിന് കാര്യമായൊന്നും ചെയ്യാനായതൊക്കെ വലിയ വിമർശന വിധേയമായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയാണോ ഇന്ന് കോടതിയുടെ മുന്നിലുള്ളത്? തീർച്ചയായും രഞ്ജിത്തെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി തന്നെയാണ് ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇത് നേരത്തെ സുപ്രീം കോടതിയിലായിരുന്നു ഇവർ ഇത്തരത്തിൽ ഒരു ഹർജിയുമായി എത്തിയത്. പക്ഷേ സുപ്രീം കോടതി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. വളരെ ഗൗരവതരമായ വിഷയമെന്നായിരുന്നു ഹൈക്കോടതി ഇതിൽ പരാമർശം നടത്തിയത്. അത് മാത്രമല്ല, ഇതിൽ തെരച്ചിലിന്റെ ഇത്തരത്തിലുള്ള ഇതുവരെ നടത്തിയ തെരച്ചിലിന്റെ പുരോഗതി അത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഹൈക്കോടതിക്ക് ഇന്ന് കൈമാറണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കോടതി ഇന്ന് എന്താണ് ഇതിൽ ഒരു പരാമർശം നടത്തുക എന്നത് വളരെ പ്രധാനമാണ്. എന്തായാലും തിരച്ചിൽ ആദ്യ നാളുകളിൽ, അതായത് 1-2 ദിവസങ്ങളിൽ തന്നെ ഈ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ ആ ആദ്യ നാളുകളിൽ നടത്തേണ്ട വലിയ തിരച്ചിൽ, ഊർജിതമായ തിരച്ചിൽ, അതൊക്കെ 7ാം നാളും മുതൽ, അതായത് 8-9 നാളുകൾ, അതായത് ഇന്ന് ഒക്കെ ആണ് അത്തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് തുടക്കത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഏതായാലും വളരെ വൈകിയാണെങ്കിലും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. ജില്ലാ ഭരണകൂടം അവർ ഉറക്കത്തിലായിരുന്നു, അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. അത്രത്തോളം സമ്മർദ്ദം അവർക്കുമേൽ മാധ്യമങ്ങളും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവർ മേൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നിരന്തരം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഓരോ വിവരങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കുന്നു. കേരളം കാതോർത്തിരിക്കുന്നു. അർജുൻ എവിടെ, അർജുനെ എന്ന് കണ്ടെത്താനാകും
മനസ്സിലാകുമെന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം, അതൃപ്തിയൊക്കെ നമുക്ക് ഈ നമ്മുടെ വാർത്തകൾക്ക് താഴെ കമന്റായി തന്നെ പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നത് കാണാം. അവർ പ്രാർത്ഥിക്കുകയാണ് അർജുന് വേണ്ടി. അത്തരം പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് 9ാം നാളാണ് ഇന്ന്. വളരെ നിരാശയായിരുന്നു. ഈ തിരച്ചിൽ വളരെ പെട്ടെന്ന് അർജുനിലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ, അതൊക്കെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ പ്രതീക്ഷകൾ മേലിൽ വലിയ കരിനിഴൽ വീഴുന്ന ഒരു സാഹചര്യം. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരം കാര്യങ്ങൾ ആദ്യം പുറത്തു വരുന്നു. പക്ഷേ അതിലൊന്നും ഒരു ശാസ്ത്രീയ തെളിവുകൾ ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഫോൺ കോൾ അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന ഒരു സംഭവം, ഒപ്പം ഈ GPS സിഗ്നൽ സംബന്ധിച്ച സംഭവം, അതെല്ലാം വലിയ തോതിൽ വാർത്തയായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ശാസ്ത്രീയ സ്ഥിരീകരണം ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ബെൻസ് കമ്പനിയാണ് അത്തരത്തിലുള്ള ഒരു വാദം പുറത്തുവിട്ടത്, അതായത് ഈ GPS സിഗ്നലൊക്കെ. പക്ഷേ ഏതായാലും ഈ സ്ഥലത്ത് തന്നെയാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത് എന്നതിൽ സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിൽ ലഭിച്ചിരുന്നു. അതായത് ഈ ലോറി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ. പക്ഷേ അതിനുശേഷം ഈ അപകടം നടന്നതിന് ശേഷമുള്ള മറ്റ് ഒരു CCTV ക്യാമറകളിലും ഈ ലോറിയുടെ സിഗ്നൽ ചിത്രമില്ല. അത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ശാസ്ത്രീയമായ ഒരു തെളിവ്. ഈ ലോറി ഇവിടെ തന്നെ ഉണ്ട് എന്നതിന് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടവർ വലിയ ഭാരമേറിയ ഒരു ലോഹവസ്തു കണ്ടെത്തിയെന്നാണ് സൈന്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ലോറി ആയിരിക്കാം. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ബൈജു, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. നമുക്ക് അത്തരം പരിശോധനകളിലേക്ക് കാര്യമായി തന്നെ കടക്കേണ്ടി വരും. അവിടെയാണ്